ബേപ്പൂരിൽ ആര് വാഴും? ബേപ്പൂരിൽ വീഴാൻ പോകുന്നത് ആരാണ്? കേരള രാഷ്ട്രീയത്തിലെ യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാക്കളിൽ ഒരാളായ മുഹമ്മദ് റിയാസ് വീണ്ടും ബേപ്പൂരിൽ നിന്ന് ജനവിധി തേടുമ്പോൾ അത് മണ്ഡലം നിലനിർത്താനുള്ള ഒരു പോരാട്ടം മാത്രമായി കാണരുത്, മറിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം പിണറായി വിജയന്റെ ഭരണം കേരളത്തിൽ എന്ത് ചെയ്തു എന്നതിന്റെ വിലയിരുത്തൽ തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയ എതിരാളികൾ മരുമകൻ എന്ന വിളിയിലൂടെ അദ്ദേഹത്തെ പരിഹസിക്കാൻ ശ്രമിക്കുമ്പോൾ ബേപ്പൂരിലെ സാധാരണ ജനങ്ങൾക്കും അവിടുത്തെ വികസന കാഴ്ചകൾക്കും പറയാൻ മറ്റൊരു കഥയുണ്ടാകും. മുഹമ്മദ് റിയാസ് ആരാണ് എന്ന് ചോദിച്ചാൽ ആ മണ്ഡലത്തിലെ മാറ്റങ്ങൾ തന്നെയാണ് അതിനുള്ള യഥാർത്ഥ മറുപടി. യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസ് ഒരു വർക്കിംഗ് മിനിസ്റ്റർ തന്നെയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പൊതുമരാമത്ത് വകുപ്പിൽ വലിയൊരു അഴിച്ചുപണി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. റോഡുകളുടെ പണി പാതി വഴിയിൽ നിലയ്ക്കുന്ന ഒരു പതിവ് രീതിക്ക് മാറ്റം വരുത്തി റണ്ണിംഗ് കോൺട്രാക്ട് എന്ന സംവിധാനത്തിലൂടെ റോഡുകൾ എപ്പോഴും സഞ്ചാരയോഗ്യമാണ് എന്ന് ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ചരിത്രം ആവർത്തിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയും ഭരണമികവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ മിന്നും വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണയും വിജയം സുനിശ്ചിതമാണ് എന്ന് CPM വിശ്വസിക്കുമ്പോഴും രാഷ്ട്രീയ സാഹചര്യം അത്ര ലളിതമായിരിക്കില്ല എന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബേപ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. 1977 മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ ഭൂരിഭാഗം സമയവും CPM-നെയാണ് ബേപ്പൂർ തുണച്ചിട്ടുള്ളത്. TK ഹംസയെയും VKC മുഹമ്മദ് കോയയെയും പോലുള്ള കരുത്തരായ നേതാക്കളെ നിയമസഭയിലേക്ക് അയച്ച ചരിത്രമാണ് ഈ തീരദേശ മണ്ഡലത്തിന് പറയാനുള്ളത്. 2021 തന്റെ കന്നി നിയമസഭാ പോരാട്ടത്തിനിറങ്ങിയ മുഹമ്മദ് റിയാസ് കോൺഗ്രസിലെ PM നിയാസിനെ പരാജയപ്പെടുത്തിയത് 28,747 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ്. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 49% വോട്ടും റിയാസ് അന്ന് സ്വന്തമാക്കിയിരുന്നു. ഇത് മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വീകാര്യതയുടെയും ഇടതുപക്ഷ സംഘടനാ കരുത്തിന്റെയും തെളിവ് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. കേരളത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി അദ്ദേഹം നടപ്പിലാക്കിയ റണ്ണിംഗ് കോൺട്രാക്ട് രീതിയും കൃത്യസമയത്ത് പണികൾ പൂർത്തിയാക്കാനുള്ള കർശന ഇടപെടലുകളും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. സ്വന്തം മണ്ഡലത്തിലെ റോഡുകൾ വലിയ തോതിൽ നവീകരിക്കപ്പെട്ടത് വോട്ടർമാർക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യവുമാണ്. ഡിജിറ്റലൈസേഷൻ വഴി പൊതുമരാമത്ത് വകുപ്പിനെ കൂടുതൽ സുതാര്യമാക്കിയതും യുവജനതയ്ക്കിടയിൽ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഇമേജ് നൽകാൻ സഹായിച്ചു. മറ്റൊരു നിർണായക ഘടകം ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് തന്നെയാണ്. ടൂറിസം മന്ത്രി എന്ന നിലയിൽ ബേപ്പൂരിനെ അന്താരാഷ്ട്ര ടൂറിസത്തിന്റെ ഭൂപടത്തിലെത്തിക്കാൻ ഈ പരിപാടിയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് പ്രദേശത്തെ ചെറുകിട വ്യാപാരികൾക്കും ടൂറിസം മേഖലയെ ആശ്രയിക്കുന്നവർക്കും വലിയ സാമ്പത്തിക ഉണർവ് നൽകിയിട്ടുമുണ്ട്. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളും മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. മണ്ഡലത്തിലെ ജനകീയതയും വികസന മുൻഗണനയും മറ്റൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് റിയാസിനെ സംബന്ധിച്ച്. മറ്റ് VIP മണ്ഡലങ്ങളെ പോലെ ബേപ്പൂരിൽ വലിയ വികസന മുരടിപ്പ് ആരോപിക്കാൻ പ്രതിപക്ഷത്തിന് അത്ര എളുപ്പമല്ല. കോഴിക്കോട് നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമായതിനാൽ നഗരവികസനത്തിന്റെ ഗുണഫലങ്ങൾ ബേപ്പൂരിലും എത്തുന്നതിനായി അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തിയിട്ടുമുണ്ട്. രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സുരക്ഷിതമായ വോട്ട് ബാങ്ക് അദ്ദേഹത്തിന്റെ കരുത്ത് തന്നെയാണ്. CPM-നും DYFI-ക്കും ശക്തമായ അടിത്തറയുള്ള ബേപ്പൂരിൽ പാർട്ടി സംവിധാനം റിയാസിനായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. ഭരണതലത്തിൽ മുഖ്യമന്ത്രിക്ക് ശേഷമുള്ള പ്രമുഖ മുഖമായി റിയാസ് മാറിയത് മണ്ഡലത്തിന് ഒരു പവർ സെന്റർ പദവി നൽകുന്നുണ്ട്. ഇത് കൂടുതൽ വികസന പദ്ധതികൾ മണ്ഡലത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷ വോട്ടർമാരിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള സ്വാധീനവും അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. വർഗീയതയ്ക്കെതിരെയും വിവേചനത്തിനെതിരെയും അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകൾ മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം വോട്ടർമാരെ ആകർഷിക്കുന്ന ഘടകം തന്നെയാണ്. UDF വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാനും നിഷ്പക്ഷ വോട്ടുകൾ സ്വന്തമാക്കാനും മന്ത്രി എന്ന നിലയിലുള്ള ഈ ആക്ഷൻ ഓറിയന്റഡ് ഇമേജ് അദ്ദേഹത്തെ സഹായിച്ചേക്കും. മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൽ അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ടെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് അത്ര എളുപ്പമുള്ളതല്ല. രാഷ്ട്രീയവും ഭരണപരവുമായ നിരവധി വെല്ലുവിളികൾ അദ്ദേഹം ഇവിടെ നേരിടേണ്ടതായി വരും. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. 10 വർഷത്തെ തുടർച്ചയായ LDF ഭരണത്തിന് ശേഷം ജനവിധി തേടുമ്പോൾ സർക്കാരിനെതിരെയുള്ള എല്ലാ വിമർശനങ്ങളും സ്വാഭാവികമായും മന്ത്രി എന്ന നിലയിൽ റിയാസിനും നേരിടേണ്ടതായി വരും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി, പെൻഷൻ വിതരണത്തിലെ തടസ്സങ്ങൾ, വിലക്കയറ്റം തുടങ്ങിയ പൊതുവായ വിഷയങ്ങൾ ബേപ്പൂരിലെ വോട്ടർമാരെയും സ്വാധീനിക്കും. ഇത്തരം ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രതിഷേധങ്ങളെ മറികടക്കുക എന്നത് വലിയ കടമ്പ തന്നെയാണ്.
രണ്ടാമതായി പ്രതിപക്ഷത്തിന്റെ കേന്ദ്രീകൃതമായ ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടതായി വരുമെന്ന കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ എന്ന നിലയിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷം റിയാസിനെ ഒരു പ്രധാന ലക്ഷ്യമാക്കും. കുടുംബവാഴ്ച എന്ന ആരോപണം UDF-ഉം BJP-യും രാഷ്ട്രീയ പ്രചാരണമായി ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കും. കൂടാതെ കഴിഞ്ഞ തവണ ചിതറിപ്പോയ UDF വോട്ടുകൾ ഇത്തവണ ഏകീകരിക്കപ്പെട്ടാൽ അത് റിയാസിന്റെ ഭൂരിപക്ഷത്തെ കാര്യമായി ബാധിക്കും. ബേപ്പൂരിലെ തീരദേശ പ്രശ്നങ്ങൾ മറ്റൊരു നിർണായകമായ തെളിവാണ്. കടലാക്രമണം, പുലിമുട്ട് നിർമ്മാണം, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ ഇനിയും പരിഹരിക്കപ്പെടാത്ത പരാതികൾ നിലനിൽക്കുന്നുണ്ട്. വികസനം നഗര കേന്ദ്രീകൃതമാണ് എന്നും ഉൾനാടൻ തീരദേശ മേഖലകളിലേക്ക് എത്തുന്നില്ല എന്നതുമുള്ള ആക്ഷേപം പ്രതിപക്ഷം ആയുധമാക്കിയേക്കാം. കേരയിൽ പോലുള്ള പദ്ധതികളിലെ നിലപാടുകളും പ്രാദേശികമായ പ്രതിഷേധങ്ങളും ചിലയിടങ്ങളിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. മണ്ഡലത്തിലെ വോട്ട് ചോർച്ച ഭയപ്പെടേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വോട്ട് വിഹിതത്തിലെ മാറ്റങ്ങൾ CPM-ന് ആശങ്കയുണ്ടാക്കുന്നതാണ്. ന്യൂനപക്ഷ വോട്ടുകളിൽ UDF നടത്തുന്ന കടന്നുകയറ്റവും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതും റിയാസിന്റെ വിജയ സാധ്യതകളേക്കാൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തെയാണ് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക. കൂടാതെ മന്ത്രി എന്ന നിലയിലുള്ള തിരക്കുകൾ മണ്ഡലത്തിലെ വ്യക്തിപരമായ സാന്നിധ്യത്തെ ബാധിക്കുന്നു എന്ന പരാതി ഉയരാൻ സാധ്യതയുമുണ്ട്. സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന മന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിലെ ഓരോ വോട്ടറെയും നേരിട്ട് കാണാൻ സമയം ലഭിക്കാത്തത് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയേക്കാം. ഇത് പരിഹരിക്കാൻ ശക്തമായ ഒരു രണ്ടാം നിര നേതൃത്വം മണ്ഡലത്തിൽ സജീവമാക്കേണ്ടതും നിർബന്ധമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ എന്ന ലേബൽ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരേ സമയം ഒരു കവചവും എന്നാൽ വലിയൊരു വെല്ലുവിളിയുമാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവുമായുള്ള കുടുംബ ബന്ധം അദ്ദേഹത്തിന് രാഷ്ട്രീയമായ മുൻഗണനകൾ നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും ആ ഇമേജിൽ മാത്രം അദ്ദേഹം ഒതുങ്ങിപ്പോകുമോ എന്നത് കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഇമേജിനെ മറികടക്കാൻ റിയാസ് ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഇതിന് ഉദാഹരണമാണ്. വകുപ്പിലെ ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിക്കുന്നതും റോഡുകളുടെ നിലവാരം പരിശോധിക്കാൻ നേരിട്ടിറങ്ങുന്നതും പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാൻ ആപ്പ് സജ്ജമാക്കിയതുമൊക്കെ ഈ വർക്കിംഗ് മിനിസ്റ്റർ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് നൽകി. കേവലം മുഖ്യമന്ത്രിയുടെ തണലിൽ നിൽക്കുന്ന ആളല്ല, മറിച്ച് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള നേതാവാണെന്ന് തെളിയിക്കാനുള്ള കാര്യമായ ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എങ്കിലും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം എന്നും ഈ കുടുംബ ബന്ധം തന്നെയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും റിയാസിനെതിരെയുള്ള വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ പലപ്പോഴും ഈ ലേബലിൽ ഊന്നിയുള്ളതാണ്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയെ ഒരു പരിധിവരെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് അവസരവും നൽകുന്നു. LDF-നുള്ളിലെ തന്നെ ചില വിഭാഗങ്ങൾക്കിടയിൽ റിയാസിന്റെ അതിവേഗത്തിലുള്ള വളർച്ചയെക്കുറിച്ചുള്ള ചില സംസാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഈ ഇമേജ് കാരണമാണ്. എന്നാൽ റിയാസ് ഒരു പാരച്യൂട്ട് സ്ഥാനാർത്ഥിയല്ല എന്ന വസ്തുതയും വളരെ പ്രസക്തമാണ്. SFI, DYFI എന്നീ സംഘടനകളുടെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് റിയാസ്. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി വരെ എത്തിയത് അദ്ദേഹത്തിന്റെ സംഘടനാ മികവ് കൊണ്ട് തന്നെയാണ്. ഈ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തി കാണിച്ചാണ് മരുമകൻ എന്ന ലേബലിനെ അദ്ദേഹം പ്രതിരോധിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിലെ വോട്ടർമാർ പരിഗണിക്കുക അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണോ എന്നതിലുപരി മന്ത്രി എന്ന നിലയിൽ ബേപ്പൂരിലെ റോഡുകളും പാലങ്ങളും ടൂറിസം പദ്ധതികളും എങ്ങനെ മാറ്റിമറിച്ചു എന്ന വസ്തുതയിലേക്കായിരിക്കും. ഭൂരിപക്ഷം കുറയുകയോ മത്സരം കടുക്കുകയോ ചെയ്താൽ പ്രതിപക്ഷം വീണ്ടും കുടുംബവാഴ്ച എന്ന ആരോപണം ശക്തമാക്കിയേക്കാം. അതേസമയം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ ആ വിജയം അദ്ദേഹത്തിന്റെ ഭരണ മികവിനുള്ള അംഗീകാരവുമാണ്. ചുരുക്കി പറഞ്ഞാൽ മരുമകൻ എന്ന ഇമേജ് ഒരു തുടക്കത്തിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്തേക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ദീർഘകാലം നിലനിൽക്കാൻ സ്വന്തമായൊരു ഐഡന്റിറ്റി അനിവാര്യവുമാണ്. അത് നിർമ്മിക്കാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് റിയാസ്. അതിന് ബേപ്പൂരിലെ ജനത എത്രത്തോളം പിന്തുണ നൽകുമെന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനുള്ളത്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അറിവുകൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.